നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസം സമ്മതപത്രം ഒപ്പിട്ട് നൽകില്ലെന്ന് ദുരന്തബാധിതർ. ഇന്ന് സമ്മതപത്രം നൽകിയത് 8 പേർ മാത്രം. 10 സെന്റ് ഭൂമി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ സമ്മതപത്രം ഒപ്പിട്ട് നൽകേണ്ടെന്ന തീരുമാനത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ. സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജിൽ സമ്മതപത്രം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കെയാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നിലപാട്. ഇന്ന് 89 ദുരന്തബാധിതരുമായി കളക്ടർ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും 8 പേർ മാത്രമാണ് സമ്മതപത്രം നൽകിയത്. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കും. 7 സെന്റ് ഭൂമിയും വീടും ടൗൺഷിപ്പിൽ നൽകാം. താൽപ്പര്യമില്ലാത്തവർക്ക് 15 ലക്ഷം ഇതടക്കമുള്ള സർക്കാർ പാക്കേജിലെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ദുരന്തബാധിതർ. 10 സെന്റ് ഭൂമിയും വീടുമോ അല്ലെങ്കിൽ 40 ലക്ഷം രൂപയോ വേണമെന്നാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. 3 പേർ മരിച്ചു, 13 പേർക്ക് പരിക്ക്. മണിപ്പൂരിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട് 3 സൈനികർ മരിച്ചു. അപകടത്തിൽ 13 ജവാന്മാർക്ക് പരിക്കേറ്റു. ഇവരെ സേനാധിപതി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേർ സംഭവ സ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയുമാണ് മരിച്ചതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു. 15ഓളം BSF ജവാന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ ചിലരുടെ ആരോഗ്യനില ഗുരുതരമാണ്. കണ്ണൂരിൽ ആദിവാസി യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. കൊലപാതകം. വയനാട് തവിഞ്ഞാൽ സ്വദേശിനി രജനിയാണ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാബുവിന്റെ മർദ്ദനമേറ്റാണ് രജനിയുടെ മരണം. മർദ്ദിക്കുന്ന സമയത്ത് ബാബു മദ്യലഹരിയിലായിരുന്നു. ഞായറാഴ്ചയാണ് രജനി മരിക്കുന്നത്. രജനിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് ബാബു അയൽവാസികളെ അറിയിക്കുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. രജനിയുടെ മുഖത്ത് പരിക്കേറ്റ പാടുകളുണ്ടായിരുന്നു. കൊല്ലത്ത് നിന്ന് വിനോദയാത്ര പോയ കോളേജ് വിദ്യാർത്ഥി സംഘത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. കൊല്ലത്ത് നിന്നും കോളേജ് വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. 3 വിദ്യാർത്ഥികളാണ് കഞ്ചാവുമായി പിടിയിലായത്. നഗരത്തിലെ പ്രമുഖ പ്രൈവറ്റ് കോളേജിൽ നിന്ന് വയനാട്ടിലേക്ക് വിനോദയാത്രയ്ക്ക് പോയവരെ ആനന്ദവല്ലീശ്വരത്തിന് സമീപം പിടികൂടുകയായിരുന്നു. വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്ന കേന്ദ്രത്തിന് പൂട്ടിട്ട് പോലീസ്. സിം കാർഡ് എടുക്കാൻ വരുന്നവരുടെ ആധാർ കാർഡുകൾ ഉപയോഗപ്പെടുത്തി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്ന കേന്ദ്രത്തിന് പൂട്ടിട്ട് പോലീസ്. പണം നൽകിയാൽ ഏതു പേരിലും ആധാർ കാർഡ് നിർമ്മിച്ചു നൽകുന്ന പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തെ ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി പരിശോധനയിലാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട അസം സ്വദേശി ഹാരിസുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി റെയ്ഹാനുദ്ദീനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്കാണ് ഇയാൾ രേഖകൾ നിർമ്മിച്ചു നൽകുന്നത്. ഏതു പേരിലും ഏത് ഫോട്ടോ ഉപയോഗിച്ചും ആധാർ കാർഡ് നിർമ്മിച്ചു നൽകും.